നമ്മുടെ ഇപ്പോഴത്തെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്താണെന്നറിയാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഫ്രീക്വൻസി അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ഫ്രീക്വൻസി അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ടോ? നമ്മൾ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണോ? ഇതൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കുറേയധികം മാനിഫെസ്റ്റേഷൻ ടൂളുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾ പുതിയ വിശ്വാസങ്ങളിലേക്ക് റീകണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളിൽ വ്യത്യാസം വന്നു തുടങ്ങും. തുടർന്ന് നമ്മുടെ പ്രവൃത്തികളെയും സ്വാധീനിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പുതിയൊരു ഫ്രീക്വൻസിയിൽ എത്തി എന്ന് പറയാൻ കഴിയൂ. നമ്മുടെ വിശ്വാസങ്ങൾ, ചിന്തകൾ ഇതെല്ലാം പോകുന്നത് ശരിയായ രീതിയിലാണോ എന്നറിയാൻ യൂണിവേഴ്സ് നമുക്കൊരു സിഗ്നൽ നൽകും. അത്തരത്തിലുള്ള യൂണിവേഴ്സ് നൽകുന്ന സിഗ്നലുകളാണ് ഏഞ്ചൽസ് നമ്പേഴ്സ്. ഏഞ്ചൽസ് നമ്പേഴ്സിനെ ഡിവൈൻ നമ്പേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഈ നമ്പരൊക്കെ റിപ്പീറ്റഡ് നമ്പേഴ്സ് ആണ്. ഓരോ നമ്പേഴ്സിനും ഓരോ മീനിങ് ആണുള്ളത്. നമ്മൾ കുറെ നേരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഉത്തരമാണ് യൂണിവേഴ്സൽ ഏഞ്ചൽസ് നമ്പേഴ്സായി വെളിപ്പെടുത്തുന്നത്. പ്രധാനപ്പെട്ട ഏഞ്ചൽസ് നമ്പേഴ്സിന്റെ മീനിങ് ആണ് ഇനി വിശദീകരിക്കുന്നത്. ഇതിലെ 1111 ഈ നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിലെ ഒന്നിന്റെ എണ്ണം കൂടുന്തോറും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ സ്ട്രെങ്തും കൂടിക്കൊണ്ടിരിക്കും. ഇനി 2222 ഈ നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. യൂണിവേഴ്സ് ഈ ഘട്ടത്തിൽ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വറീസിന്റെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി 3333 ഈ നമ്പറുകൾ സപ്പോർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പോകുന്ന പാത കറക്റ്റ് ആണ് എന്നതാണ് ഈ നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി 4444 ഈ നമ്പറുകൾ പ്രൊട്ടക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പിഴവ് സംഭവിച്ചാൽ പോലും യൂണിവേഴ്സ് കൃത്യമായ പാതയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 5555 ഈ നമ്പറുകൾ ചേഞ്ചിനെയാണ് മിക്കപ്പോഴും സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം വന്നു തുടങ്ങി എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 6666 ഈ നമ്പറുകൾ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങളിൽ റീഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഡിപ്രസ്ഡ് ആകുന്ന സമയങ്ങളിലാണ് കൂടുതലായും ഈ നമ്പറുകൾ കാണുന്നത്. ഇനി 7777 ഈ നമ്പർ നമ്മുടെ ലക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ അടുത്ത് വന്നു ചേരും എന്നതാണ് ഈ ഒരു നമ്പറിന്റെ പ്രാധാന്യം. ഇത് ഏറ്റവും വലിയ യൂണിവേഴ്സൽ സിഗ്നലുകളിൽ ഒന്നാണ് 7777. അടുത്ത 1111 ഈ നമ്പറുകൾ നിങ്ങൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ സിഗ്നലാണ് 1111. ഏത് തരത്തിലുള്ള ടെൻഷനും ആവശ്യമില്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് തൊട്ടടുത്ത് എത്തി ഉടൻ തന്നെ നമ്മുടെ അടുത്ത് വന്നു ചേരും എന്നതാണ് ഇതിന്റെ അർത്ഥം. അടുത്ത 1212 ഈ നമ്പറുകൾ പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലാണ് ഏഞ്ചൽസ് നമ്പറുകളുടെ ജനറൽ ആയിട്ടുള്ള മീനിങ്. യൂണിവേഴ്സ് ഇത്തരത്തിലുള്ള സിഗ്നലുകൾ കാണിച്ചു തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇതിലൊരു നമ്പർ കാണുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ സിഗ്നലുകൾ കാണുകയും ആ സിഗ്നലുകളുടെ മീനിങ് മനസ്സിലാക്കി അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം തനിയെ ഡെവലപ്പ് ചെയ്തു തുടങ്ങും. നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റഡ് ബിലീഫ്സും ഭയവും തനിയെ ഹീൽ ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഏഞ്ചൽസ് നമ്പേഴ്സിനെ മാനിഫെസ്റ്റേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്നുമല്ലാതെ യൂണിവേഴ്സുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത് എത്തുന്നുണ്ടോ എന്നറിയാൻ പേഴ്സണൽ സൈനുകൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക, റിലാക്സ് ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ അടച്ച് മനസ്സിൽ കുറേയധികം ഇമേജുകൾ റാൻഡം ആയിട്ട് പാസ് ചെയ്ത് വിടുക. നമ്മൾ നിത്യജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇമേജ് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് അതിൽ സ്ട്രക്ക് ചെയ്യുക. അത് താമരയാകാം, ആനയാകാം, മയിലാവാം. എന്തായാലും സ്ഥിരം കാണാത്തത് തന്നെ ആയിരിക്കണം കാണേണ്ടത്. അതിനുശേഷം നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ കാണുക. എന്നിട്ട് യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യുക, ഈ ഒരു കാര്യം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ 48 അവേഴ്സിനുള്ളിൽ കാണിച്ചു തരണമെന്ന്. എന്നിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് അപൂർവമായ സാഹചര്യങ്ങൾ, അപൂർവമായ അവസരങ്ങൾ ഇതൊക്കെ ഒരുക്കി നൽകിയതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക. അതിനുശേഷം ആവശ്യപ്പെട്ട കാര്യം പൂർണ്ണമായും വിട്ടുകളയുക. ഈ സിഗ്നലുകൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുമെങ്കിൽ തീർച്ചയായും കാണാൻ കഴിയും. പൂർണ്ണമായും മറന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ സിഗ്നലുകൾ കാണുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കും യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും.
വിശ്വാസങ്ങളിലും ചിന്തകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.